പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 2024 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ അധികാര ദുർവിനിയോഗം നടത്തി വ്യാപകമായിട്ടുള്ള നരഹത്യ നടത്തി എന്ന കുറ്റം ആരോപിച്ചാണ് വിധി. 800 മുതൽ 1400 പേര് കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ ഭരണകൂട നരഹത്യയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള ഹസീനയ്ക്ക് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യം ചെയ്ത കുറ്റവാളിയാണ് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതേസമയം വിധിയെ അത്യന്തം രാഷ്ട്രീയ പ്രേരിതം എന്ന് വിശേഷിപ്പിച്ച ഹസീന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഴിമതിയിലും അരാജകത്വത്തിലും മുങ്ങിക്കുളിച്ച യുഎസ് സർക്കാരിന്റെ പാവയാണെന്നും അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും വ്യക്തമാക്കി. ഹസീനയുടെ അന്തിമ വിചാരണ ബംഗ്ലാദേശ് ദേശീയ മാധ്യമത്തിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെമ്പാടും പ്രൊജക്ടർ സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ച വിചാരണ കാണാൻ വലിയ ജനാവലി തന്നെ ഉണ്ടായിരുന്നു. കുറ്റം ചെയ്തിട്ടില്ലെന്നും ഇതേ വിചാരണ ജനാധിപത്യ വ്യവസ്ഥയിൽ ന്യായമായ ഒരു ട്രയൽ കോടതിയിൽ നേരിടാൻ തയ്യാറാണെന്നും അറിയിച്ച ഹസീന ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ സാധ്യതകളും തള്ളിക്കളഞ്ഞില്ല. പക്ഷെ അത് തന്റെ പാർട്ടിയായ അവാമി പാർട്ടിയുടെ നിരോധനം നീക്കി ബംഗ്ലാദേശിൽ വീണ്ടും ഇലക്ഷൻ പ്രക്രിയ തിരികെ കൊണ്ടുവന്ന് ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് രാജ്യം തിരിച്ചു വരികയാണെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. അന്നത്തെ സാഹചര്യം അനിയന്ത്രിതമായി പോയതാണെന്നും ക്രമസമാധാന പരിപാലനത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും സമ്മതിച്ച ഹസീന, പക്ഷെ ബംഗ്ലാദേശിൽ തന്റെ അഭാവത്തിൽ തിടുക്കത്തിൽ നടത്തിയ ഈ വിചാരണ ഒരു ഭോഷ്കാണെന്ന് ആഞ്ഞടിച്ചു. അതേസമയം ഹസീനയുടെ അന്തിമ വിചാരണയുമായി ബന്ധപ്പെട്ട് ധാക്കയിൽ കലാപങ്ങൾ അഴിച്ചുവിടുന്ന ഹസീനയുടെ നിരോധിത പാർട്ടിയായ അവാമി പാർട്ടി അണികളോട് സമാനമായ നിലപാട് തന്നെയാണ് യുഎസ് സർക്കാരും എടുത്തിരിക്കുന്നത്. കലാപകാരികളായ അവാമി പാർട്ടിക്കാർക്കെതിരെ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഇട്ടിരിക്കുകയാണ് ധാക്ക സിറ്റി പോലീസ് കമ്മീഷണർ. മുഹമ്മദ് യൂനസും അയാളുടെ അധാർമിക മന്ത്രിസഭയും താനും തന്റെ കൂട്ടാളികളും നേരിടുന്നത് പോലത്തെ വിചാരണ നേരിടുന്ന ഒരു കാലം വരുമെന്നും ആ കാലം അത്ര വിദൂരമല്ലെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.